ഡൽഹിയിൽ വെള്ളക്കെട്ടിൽ അകപ്പെട്ട 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ഓൾഡ് രാജേന്ദ്ര നഗറിലെ IAS കോച്ചിംഗ് സെന്ററിലാണ് അപകടമുണ്ടായത്. കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ ഉണ്ടായ വെള്ളക്കെട്ടിൽ അകപ്പെട്ടാണ് മരണം. സംഭവത്തിൽ ഡൽഹി സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. जब कॉल मिली थी ये बताया गया था कुछ बच्चे फंसे हुए थे वहाँ पे। शुरू में जब हम गए तो क्योंकि बेसमेंट पूरा पानी से भरा हुआ था ऊपर तक और उससे पानी बाहर आ रहा था और सड़क पे भी पानी भरा हुआ था। तो शुरू में तो आप ये देखिए हम पानी निकाल रहे थे, वो पानी वापस आ रहा था क्योंकि सड़क ऑलरेडी पानी से लबालब भरी हुई थी। पर जैसे जैसे जो है बारिश का पानी रिसीड हुआ, फिर हमने जो है बेसमेंट से पंप लगा के जो पानी निकाले तो हमें जो है पहले एक बच्ची की वो मिली, बॉडी मिली और उसके बाद फिर दूसरी बच्ची की बॉडी मिली। काम अभी भी जो है हमारा रेस्क्यू का काम चालू है। 2 से 3 बच्चे ही शुरू में बताए गए थे, तो 2 बच्चे हमें मिल चुके हैं, तो तीसरे की तलाश जारी है अभी। അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനൂപ്, എന്താണ് സംഭവിച്ചത് എന്നാണ് അറിയുന്നത്? അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തമാണ്. വലിയ തോതിൽ വെള്ളം ഒഴുകിയെത്തിയിട്ടുണ്ട്. അതായിരിക്കുമല്ലോ 3 പേരുടെ മരണത്തിനിടയാക്കിയത്. എങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ് അവിടുത്തെ അധികൃതർ പറയുന്നത്? വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അത് തുടരാനാണോ സാധ്യത? വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരാൻ തന്നെയാണ് സാധ്യത. ഇത് സംഭവിച്ചത് ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ്. 7 മണിയോടുകൂടി ഈ IAS കോച്ചിംഗ് സെന്ററിന്റെ സമീപത്തൂടെ കടന്നു പോകുന്ന സീവേജ് പൊട്ടി വെള്ളം ഈ ബേസ്മെന്റിലേക്ക് ഇരച്ച് കയറുകയായിരുന്നു. 7:19 സമീപത്തെ ഒരു ഫയർഫോഴ്സ് യൂണിറ്റിലേക്ക് ഒരു ഫോൺ എത്തുന്നത് ഇങ്ങനെ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് അപകടം നടക്കുമ്പോൾ ബേസ്മെന്റിൽ 33 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. 30 പേർ വളരെ പെട്ടെന്ന് മുകളിലേക്ക് കയറി രക്ഷപ്പെട്ടു. പക്ഷെ 3 കുട്ടികൾ കുടുങ്ങുകയായിരുന്നു. 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും. ആദ്യം തന്നെ ഈ അപകടം നടന്ന് രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ തന്നെ ഒരു കുട്ടി മരണപ്പെട്ടിരുന്നു. മരണപ്പെട്ട മൃതദേഹം വളരെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ 2 കുട്ടികളെ കൂടി കണ്ടെത്താൻ 4 മണിക്കൂർ നീണ്ട ശ്രമം വേണ്ടി വന്നു. അതിനുശേഷം ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. കാരണം മറ്റാരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ബേസ്മെന്റിലെ വെള്ളം മുകളിലേക്ക് ഒഴുക്കിക്കളയാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് മോട്ടോർ വെച്ച്. ഇപ്പോഴും പക്ഷേ 7 അടി വെള്ളം ബേസ്മെന്റിലുണ്ട്. എന്നാൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നാണ് ഈ IAS അക്കാദമിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ എന്തെങ്കിലും സാധ്യത ആരെങ്കിലും കുടുങ്ങിക്കിടക്കാനുണ്ടോ എന്നതുകൊണ്ട് പരിശോധന തുടരാനാണ് രക്ഷാപ്രവർത്തകരുടെ തീരുമാനം. ഇപ്പൊ എന്തൊക്കെ നീക്കങ്ങളാണ് അനൂപ് അവിടെ നടക്കുന്നത്? കുടുങ്ങിക്കിടക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ല എന്നാണ് നമുക്ക് ആശ്വസിക്കാതെ. അതിനപ്പുറത്തേക്ക് എന്തെല്ലാം നടപടികൾ അവിടെ നടക്കുന്നുണ്ട്? ഈ വെള്ളം പൊട്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ, അതൊക്കെ ക്രമീകരിക്കാൻ പാകത്തിനുള്ള നടപടികളാണോ അവിടെ? ഈ വെള്ളം പൊട്ടി ഈ ബേസ്മെന്റിലേക്ക് ഒഴുകുന്നത് നിർത്താൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ബേസ്മെന്റിലെ വെള്ളം കുറെയൊക്കെ ഒഴുക്കി കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതാണ്ട് 7 അടിയോളം വെള്ളമാണുള്ളത്. അതും ഒഴുക്കിക്കളയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് യൂണിറ്റുകൾ ചേർന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ഈ അപകടം നടന്നപ്പോൾ 7 ഫയർഫോഴ്സ് യൂണിറ്റുകളായിരുന്നു എത്തിയത്. ഇപ്പോൾ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളുണ്ട്, രക്ഷാപ്രവർത്തനമുണ്ട്, NDRF ഉണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. വിദ്യാർത്ഥികൾ പക്ഷേ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ശരി, അനൂപ് ദാസ് ആണ് വിവരങ്ങൾ നൽകിയത്. അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തമാണ്. 3 വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടമായത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.